അതായത് 2200 ആരോഗ്യ പ്രവർത്തകരെയാണ് ഗുജറാത്ത് പിരിച്ചുവിട്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് പുറകെ വരികയും ചെയ്യാം. ശമ്പള പരിഷ്കരണം അടക്കം അനിശ്ചിതകാല സമരം നടത്തുന്ന വനിതകളടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരെയാണ് പിരിച്ചുവിട്ടത്. ഗുജറാത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? കേരളത്തിൽ വസ്തുതാപരമല്ലാത്തൊരു സമരം വസ്തുതകൾക്ക് നിരക്കാത്ത ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായ ഒരു സമരം വരുമ്പോൾ ആ സമരവും കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ആ സമരത്തെ ഈ വിധത്തിൽ ഒന്നുമല്ല കേരളം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അവർ സമരം ചെയ്യുമ്പോൾ അതിലെ അപാകതകൾ, ശരിയായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാതെ കേരള രാഷ്ട്രീയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഇടതുവിരുദ്ധ ചേരികളെല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു സമരം എന്ന നിലയിൽ അതിൻ്റെ അപാകതകളെ ചൂണ്ടിക്കാട്ടുകയാണ് കേരളം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഗുജറാത്തിലേക്ക് പോയാൽ ഗുജറാത്തിൽ സംഭവിക്കുന്നത് ഇതാണ് എന്നതുകൂടി കാണണം. ശമ്പള വർധനയ്ക്ക് വേണ്ടി സമരം ചെയ്താൽ പിരിച്ചുവിടുന്ന അവസ്ഥ, അതാണ് ഗുജറാത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതും ആരോഗ്യ പ്രവർത്തകരെയാണ്. 2200 ആരോഗ്യ പ്രവർത്തകരെ. ഏതായാലും കേരളത്തിലെ BJPയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് ഇതിലെങ്ങനെ എന്തു പ്രതികരിക്കും എന്നുകൂടി അറിയാൻ താല്പര്യമുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടാകാതിരിക്കാം, ഉണ്ടെങ്കിൽ പറയേണ്ടത് കൂടിയാണ്. 5000 പേർക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 8 ജില്ലകളിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെയും ഉപകേന്ദ്രത്തിലെയും ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്. സമരം ഇതുകൊണ്ടൊന്നും തീരില്ല, ശക്തമാക്കും എന്ന നില അവർ സ്വീകരിച്ചിരിക്കുന്നു. ഗുജറാത്തിലെ PHCകളിലെയും കമ്മ്യൂണിറ്റി സെൻ്ററുകളിലെയും കരാർ ജീവനക്കാരും സ്ഥിരം ജീവനക്കാരും അടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകർ മാർച്ച് 12 മുതൽ ഗാന്ധിനഗറിൽ അനിശ്ചിതകാല സമരത്തിലാണ്. കേരളത്തിൽ നോക്കൂ, ആശാ വർക്കർമാർ അവർ നേടുന്ന ഓണറേറിയം ഈ ഗുജറാത്തിലൊക്കെ നൽകുന്നതിനേക്കാൾ ഉയർന്നതാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ഓണറേറിയം നൽകുന്ന സംസ്ഥാനം എന്നുള്ളത് കേരളം തന്നെയാണ്. സിക്കിമുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു പശ്ചാത്തലം രൂപീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അതിൻ്റെ വസ്തുതകളൊക്കെ നമ്മൾ കണ്ടത് തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സ്കീംസിൽ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നവരെ തൊഴിലാളികളായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ അംഗീകരിച്ചാൽ രാജ്യത്തെ 10 ലക്ഷത്തോളം വരുന്ന ആശാ വർക്കർമാർക്ക് തൊഴിലാളികൾ എന്ന നിലയിൽ മിനിമം വേതനം ലഭിക്കും. കേന്ദ്ര സർക്കാർ ആ നിലയിൽ ഒരു നിലപാട് സ്വീകരിക്കണം എന്നുപോലും പറയാതെയാണ്, ആ നിലയിൽ സമരം ചെയ്യാതെയാണ് SUCI സമരം ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത്. അതേസമയം CITയും INTUCയും അടക്കം തൊഴിലാളി യൂണിയനുകൾ ദേശവ്യാപകമായി 10 ലക്ഷം ആശാ വർക്കർമാർക്ക് വേണ്ടിയിട്ട് അവരെ തൊഴിലാളികളായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കണം, ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണം, മിനിമം കൂലി നൽകുന്ന നിലയിലേക്ക് കൊണ്ടുവരണം, അവർക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഉണ്ടാകണം എന്ന നിലയിൽ ദേശീയ തലത്തിൽ സമരം നടക്കുമ്പോഴാണ് ഇവിടെ ഇടത് സർക്കാരിനെതിരെ മാത്രം കേന്ദ്രീകരിച്ച് സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തോടെ ഒരു പ്രതിപക്ഷ സ്പോൺസേഡ് സമരത്തിൻ്റെ ഒരു അന്തരീക്ഷം കേരളത്തിൽ. പക്ഷേ അപ്പോഴും അവർക്ക് കേരളത്തിൽ ജനാധിപത്യപരമായി സമരം ചെയ്യാം എന്ന നിലയുണ്ട്. ഗുജറാത്തിലേക്ക് പോയാൽ സമരം ചെയ്താൽ പിരിച്ചുവിടും എന്നുള്ളതാണ് അവസ്ഥ. അത് ഒന്നും രണ്ടുമല്ല, 2200 ആരോഗ്യ പ്രവർത്തകരെ പിരിച്ചുവിട്ടതിൻ്റെ കണക്കാണ് രാവിലെ ഇപ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് കേരളത്തിലൂടെ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.